അമേരിക്കയെ വിറപ്പിക്കുമെന്ന് വീരവാദം മുഴക്കിയിരുന്ന ഒരു ഇസ്ലാമിക രാജ്യം ഒടുവിൽ അമേരിക്കയ്ക്ക് മുന്നിൽ ഭരണകൂടം മുട്ടുകുത്തി എന്നാരോപിച്ച് ഇപ്പോൾ സ്വന്തം ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ജനരോഷം അവിടെ കത്തിയെരിയുകയാണ്. അതെ, ഇറാനിൽ ആഭ്യന്തര കലാപം പടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒറ്റ ഭീഷണിക്ക് മുന്നിൽ എല്ലാം അടിയറവ് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം ഭരണകൂടത്തിനെതിരെ ഇറാനിയൻ ജനത ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇറാനിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രതിഷേധം ആളിക്കത്തുകയാണ്. അമേരിക്കയുമായിട്ടുള്ള സമാധാന കരാർ ഇറാനിയൻ ജനതയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ടെഹ്റാനിലെ ഇബിൻ സീന സ്ക്വയറിലും മഷ്ഹദിലുമെല്ലാം വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. അമേരിക്കയുമായി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് എന്നിവരുടെ രാജി ആവശ്യപ്പെട്ടിട്ടാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം നടക്കുന്നത്. വഞ്ചകനായിട്ടുള്ള അരഗാച്ചിക്ക് മരണം എന്നുവരെയാണ് സ്വന്തം നാട്ടുകാർ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇതേസമയം തന്നെ ഹോർമൂസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് സമാധാന കരാർ ഉടൻ ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രയേലും അമേരിക്കയുമായിട്ടുള്ള മാസങ്ങൾ നീണ്ട യുദ്ധം ഇറാനെ സാമ്പത്തികമായും സൈനികമായും തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായതോടെയാണ് ഭരണതലപ്പത്തുള്ള അരഗാച്ചിയും ഖാലിബാഫും ഒക്കെ എങ്ങനെയെങ്കിലും അമേരിക്കയുമായി ഒരു കരാർ ഉണ്ടാക്കി തടിയൂരാൻ ശ്രമിച്ചത്. ഇറാനിയൻ തുറമുഖങ്ങളിലെ അമേരിക്കൻ നാവിക ഉപരോധം ഒഴിവാക്കണമെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സ്വാധീനം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നതായിരുന്നു അമേരിക്കയുടെ നിബന്ധന. ഗതികെട്ട ഇറാനിയൻ ഭരണകൂടം ഇതിന് പൂർണ്ണമായും കീഴടങ്ങിയെന്നും അത് രാജ്യത്തിന് വലിയ നാണക്കേടാണെന്നും പറഞ്ഞാണ് ഒരു വിഭാഗം ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇതൊരു വെറും ജനകീയ പ്രതിഷേധമല്ല, മറിച്ച് ഇറാന്റെ അധികാര സ്ഥിരാ കേന്ദ്രങ്ങൾക്കുള്ളിൽ നടക്കുന്ന വലിയൊരു ചരടുവലിയും അല്ലെങ്കിൽ പൊട്ടിത്തെറിയും ഒക്കെയാണ്. IRGCയിലെ ഒരു വിഭാഗം അമേരിക്കയുമായിട്ടുള്ള യുദ്ധം ഒരു കാലത്തും അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇറാനുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് തന്നെ അരഗാച്ചിയും ഗാലിബാഫും പോലെയുള്ള നേതാക്കൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഇവരെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറാനുമായി ബന്ധപ്പെടാൻ പാകിസ്ഥാന് പോലും ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് പിന്നെ ഇറാനിൽ ഇല്ല. IRGC നിലവിൽ തലയും വാലും ഒന്നുമില്ലാതെ കിടക്കുകയാണ്. അവരുമായി ഒരു ചർച്ച സാധ്യമല്ല. സമാധാന കരാർ എന്നതിലുപരി ഡൊണാൾഡ് ട്രംപിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത അധികാര പ്രയോഗമാണ് ഇറാനിയൻ ജനങ്ങളെ ചൊടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. താൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇതിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പാണ് ഇറാനിയൻ നേതൃത്വത്തെ ഭയപ്പെടുത്തിയത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഗാലിബാഫും കൂട്ടരും അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ച് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് IRGCയിലെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള വിഭാഗമാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭമൊക്കെ അഴിച്ചുവിടുന്നത്, ജനങ്ങളെ തിരിച്ചുവിടുന്നത് എന്നാണ് പറയുന്നത്. അവർക്ക് ഈ ഒരു കരാർ പൊളിക്കാൻ അവർ തന്നെ ആസൂത്രണം ചെയ്തതാണ് ഇപ്പോൾ തെരുവിൽ കാണുന്ന ഈ കലാപങ്ങൾ എന്നാണ് മറ്റൊരു നിരീക്ഷണം വരുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയുടെ സൈനിക സമ്മർദ്ദം ഇറാന്റെ ആഭ്യന്തര ഐക്യത്തെ നെടുകെ പിളർത്തിയിരിക്കുകയാണ്. ഈ ആഭ്യന്തര കലാപത്തോടെ ഇറാൻ എന്ന ഭരണകൂടം പൂർണ്ണമായും ഒരു തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്.